സർക്കാർ കടലാസിൽ എങ്ങനെയാ വെള്ളിയാഴ്ച ചന്തി കാണിച്ചു എന്ന് എഴുതി വെക്കുക എന്ന് മീശമാധവൻ സിനിമയിൽ ഒടുവിൽ കൃഷ്ണൻ ജഗതിയോട് ചോദിക്കുന്ന ഡയലോഗുണ്ട്. തൽക്കാലം അത് മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ വാക്കിന് പകരം പൃഷ്ഠമെന്നോ അല്ലെങ്കിൽ നിതംബമെന്നോ ഒക്കെ പറയാം. മനുഷ്യന്റെ ശരീരത്തിൽ നിതംബം ഉണ്ടായിരിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയാണെന്നാണ് ഒരു വിദ്വാൻ ഈയിടെ പറഞ്ഞത്. ആളായത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. ക്ലീവേജ് കാണുക എന്ന് പറയുന്നത് അത്ര വലിയ പാപമൊന്നുമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ വസ്ത്രം ഇടുന്നത് എന്തിനാണ്? ഇത് നമ്മുടെ നാണം മറയ്ക്കാൻ നാണിക്കാനുള്ളത് നിങ്ങളുടെ ശരീരം നാണക്കേടുള്ളതായ തീർന്ന അങ്ങനെയല്ല, ശരീരം മറയ്ക്കാൻ ഇല്ല, അത് വളരെ സൂക്ഷിച്ചാണ് മനസ്സിലായി. ആർഗ്യമല്ല, നിങ്ങളുടെ ശരീരം നാണം കെട്ടതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയ ആർത്ഥത്തിലല്ലോ ആ നാണം ഞാൻ പ്രയോഗിച്ചു. പിന്നെന്താണ് നാണം? എന്താണ് നിങ്ങൾക്ക് നാണിക്കാനുള്ളത്? മറ്റൊരാള് നമ്മുടെ ശരീരത്തെ എവിടെ കാണാൻ തീരുമാനിക്കുന്നതൊക്കെ ഇതൊക്കെ ഇന്ന് നിങ്ങൾ ഈ പറയുന്ന ആള് നിങ്ങളുടെ ശരീരം നാണം കെട്ടതാണെന്ന്, നിങ്ങൾ നാണം മറയ്ക്കാനെന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ആളാണ്. വസ്ത്രം ഉണ്ടായത് ആകർഷിക്കാനാണ്. നമ്മളിടുന്ന പച്ചകുത്തിയാലും ആഭരണം ധരിക്കുന്നതും ആകർഷിക്കാനാണ്, അല്ലാതെ വസ്ത്രം നാണം മറയ്ക്കാനല്ല. ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെഞ്ചത്തൊക്കെ ഇതൊക്കെ വെക്കുന്നത്. ശരീരത്തിന് മറയ്ക്കുക എന്ന് പറയുന്നത് അങ്ങോട്ട് നോക്കിക്കാനാണ്. അതുകൊണ്ട് വസ്ത്രമായാലും ആഭരണമായാലും മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാ കിളികൾക്കും കുഞ്ചിരോമം ഉണ്ടായത് തൊട്ടും വാലുണ്ടായതും എല്ലാം ആകർഷിക്കാനാണെന്നറിയാം. അത് മനുഷ്യരുടെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യരും മറ്റ് ജീവികളെ പോലെ ജീവിയാണെന്ന് അറിയണം. അതുകൊണ്ടാണ് യൗവനം ഉണ്ടാകുമ്പോൾ മാറുണ്ടായി വരുന്നത്. എന്തിനാണ് നിങ്ങൾ ചന്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്? ആകർഷിക്കാനാണ്. ഈ ആകർഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് മുഴുവനും ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ മനുഷ്യന്റെ ശരീരത്തിൽ നിതംബം എന്ന ഈ ഭാഗം ഉണ്ടായിരിക്കുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്നാൽ അതല്ല സത്യം. സസ്തനികളുടെ കൂട്ടത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമേ ഇത്രമാത്രം വലിയ ഒരു മസിൽ മാസ് അടങ്ങിയ നിതംബം എന്ന ഭാഗമുള്ളൂ, മറ്റൊന്നിനുമില്ല. എങ്കിൽ പിന്നെ മറ്റ് സസ്തനികൾക്കില്ലാതെ മനുഷ്യന് മാത്രം എന്തിന് ഇത്ര പ്രത്യേകമായ ഒരു ശരീരഭാഗം ഉണ്ടായി എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യന്റെ ഉൽപ്പത്തിയും വികാസവും ഉണ്ടായിരിക്കാം എന്ന് കരുതപ്പെടുന്ന ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകളായ സാവന്നകൾ മുതൽ ഒളിമ്പിക് മത്സര വേദികൾ വരെ മനുഷ്യനെ നടക്കാനും ഓടാനും മരത്തിൽ കയറാനും ചാടാനും എല്ലാം പ്രാപ്തനാക്കുന്ന, നിശബ്ദമായി മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യന് ഊർജം പകർന്നുകൊണ്ടിരിക്കുന്ന, ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പേശിയുണ്ട്. മറ്റൊരു സസ്തനികളിലും കാണാത്ത അത്ര വലുപ്പത്തിലുള്ള ഈ മസിലാണ്, ഈ പേശിയാണ് മനുഷ്യനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതാണ് മനുഷ്യന്റെ ബട്ടക് അല്ലെങ്കിൽ നിതംബം, പൃഷ്ഠം. നമുക്ക് ഹ്യൂമൻ ബട്ടക്കിന്റെ അഥവാ നിതംബത്തിന്റെ അനാറ്റമി ഒന്ന് നോക്കാം. പ്രധാനമായും 3 തരം മസിലുകൾ കൊണ്ടാണ് മനുഷ്യന്റെ നിതംബ ഭാഗം രൂപപ്പെട്ടിരിക്കുന്നത്. അവയുടെ പേരാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഗ്ലൂട്ടിയസ് മീഡിയസ്, ഗ്ലൂട്ടിയസ് മിനിമസ്. ഈ 3 പേശികളിലും വെച്ച് ഏറ്റവും വലുതും ശക്തിയുള്ളതുമാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മാസ് കൂടിയ ഏറ്റവും വലിയ പേശിയും ഇത് തന്നെയാണ്. മാത്രവുമല്ല, നിതംബത്തിന്റെ വലുപ്പത്തിനും അതിന്റെ ആ ഒരു ഷേപ്പിനും കാരണമാകുന്നതും ഈ മസിൽ തന്നെയാണ്. ഇടുപ്പ് ഭാഗത്തിന് രൂപം കൊടുക്കുന്ന അസ്ഥികളായ ഇലിയം, സേക്രം, കോക്സിക്സ് എന്നീ അസ്ഥിഭാഗങ്ങളിൽ തുടങ്ങി തുടയലായ ഫീമറിന്റെ ഭാഗത്തേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് ഈ പേശികൾ കാണപ്പെടുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ ഈ മസിൽ കൊണ്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ പ്രവർത്തന രീതി എന്താണെന്ന് ചോദിച്ചാൽ ഹിപ്പ് മൂവ്മെന്റ്, ഹിപ്പ് എക്സ്റ്റൻഷൻ, ഹിപ്പ് റൊട്ടേഷൻ എന്നിവ സാധ്യമാക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാളെല്ലാം വ്യത്യസ്തമായി മറ്റ് സസ്തനികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന 2 കാലിലുള്ള അവന്റെ നിവർന്ന നിൽപ്പ്. ഈ നിൽപ്പിനെ അല്ലെങ്കിൽ നിവർന്നുള്ള മനുഷ്യന്റെ ഈ ഒരു പോസ്റ്ററിനെ സഹായിക്കുന്ന, അതിന്റെ സ്റ്റെബിലൈസേഷനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്ലൂട്ടിയസ് മസിൽ. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്തനികളായ ജീവികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാകും. ഉദാഹരണത്തിന് പട്ടി, പൂച്ച, പശു, അങ്ങനെ എന്തു ആയിക്കോട്ടെ. ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ ഇവയുടെയൊന്നും ഗ്ലൂട്ടിയൽ മസിൽ അത്ര പ്രോമിനന്റ് അല്ല എന്ന് കാണാം. കാരണം ഇവയെല്ലാം 4 കാലികളാണ്, 4 കാലിൽ നടക്കുന്ന ജീവികളാണ്. ഇവയെല്ലാം നടക്കാനും ഓടാനും ഏറ്റവും അധികം ആശ്രയിക്കുന്നത് അവയുടെ തുടയിലെ മസിലിനെയാണ്. 4 കാലികൾക്ക് മനുഷ്യനെ പോലെ നിതംബ ഭാഗം ഇല്ല എന്ന് പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഈ ഒരു ജീവിയുടെ ചിത്രം, രൂപം വന്നിട്ടുണ്ടാവാം. ചിലർക്ക് ഈ ജീവി അറിയില്ലായിരിക്കാം. ഇതിന്റെ പേരാണ് ഫാറ്റ് ടെയിൽഡ് ഷീപ്പ്. ഇതൊരു ആടാണ്, അതുകൊണ്ട് തന്നെ സസ്തനിയാണ്. ഈ ജീവിക്ക് പിൻഭാഗത്ത് കാണുന്ന ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് മനുഷ്യനിൽ കാണപ്പെടുന്ന നിതംബം പോലെയല്ല.
ഒട്ടകങ്ങളുടെ മുതുകിൽ കാണുന്ന കൂഞ്ഞിക്ക് സമാനമാണ് ഇതിന്റെ പിൻഭാഗത്ത് കാണുന്ന ഈ ഫാറ്റ് ഡെപ്പോസിഷൻ. ഒട്ടകങ്ങളുടെ കൂഞ്ഞിയുടെ പ്രത്യേകത അറിയാം. അതിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ആണെന്നും ദീർഘസമയം വെള്ളമില്ലാതെയോ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെയോ ജീവിക്കാൻ ഒട്ടകങ്ങൾക്ക് പ്രാപ്തി കൊടുക്കുന്നതും ഈ കൂഞ്ഞിയാണെന്ന് നിങ്ങൾ കേട്ടിരിക്കും. അതേ പ്രവർത്തനം തന്നെയാണ് പിൻഭാഗത്തുള്ള ഈ ഫാറ്റ് ഡെപ്പോസിഷൻ ഈ ഫാറ്റ് ടെയിൽഡ് ആടുകളിലും നിർവഹിക്കുന്നത്. എന്നാൽ ഇവയിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യന്റെ ശരീരഘടന. 4 കാലിലല്ല, മറിച്ച് മനുഷ്യൻ 2 കാലിലാണ് നിൽക്കുന്നത്. ഈ കാരണത്തിൽ തന്നെ മനുഷ്യന് ഓടാനും നടക്കാനുമെല്ലാം അവനെ സഹായിക്കുന്ന, അവന് പവർ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസിലാണ് ഗ്ലൂട്ടിയസ് മസിൽ. മാംസപേശികളുടെ പഠനമായ ഇലക്ട്രോമയോഗ്രഫിയിൽ കാണിക്കുന്നത് നടക്കുമ്പോൾ മനുഷ്യന്റെ ഗ്ലൂട്ടിയസ് മസിലിന് അത്ര വലിയ കാര്യമായ പ്രവർത്തനം ചെയ്യാനില്ല എങ്കിലും ഓടുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ ഓടുക എന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ മസിൽ ശരിക്കും ഒരു ബയോളജിക്കൽ എഞ്ചിനായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഗ്ലൂട്ടിയസ് മസിലിന്റെ ഈ ഒരു വലിപ്പം തന്നെയാണ് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ പവർ മനുഷ്യന് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും പെർസിസ്റ്റൻസ് ഹണ്ടിങ് അഥവാ ഒരു മൃഗത്തെ നിരന്തരം പിന്തുടർന്ന് വേട്ടയാടുന്ന മനുഷ്യന്റെ ഒരു രീതി, അതിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്, ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സഹായിക്കുന്നത് എന്ന് മാത്രവുമല്ല, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിസ്തൃതമായ പുൽമേടുകൾ താണ്ടി മറ്റ് ഭാഗങ്ങളിലേക്ക് നടന്നു കയറാൻ മനുഷ്യനെ പ്രാപ്തനാക്കിയത് എല്ലാം ഈ മസിൽ തന്നെയാണ്. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ ആയ ഗ്ലൂട്ടിയസ് മാക്സിമസും അത് ഉൾക്കൊള്ളുന്ന പൃഷ്ഠവും ഉണ്ടാകുന്ന കഥ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ഏതാണ്ട് 2 മില്യൺ വർഷം മുമ്പ് ഹോമോ ഇറക്ടസ് മുതലാണ് മനുഷ്യ ശരീരത്തിൽ ബട്ടക് അഥവാ നിതംബം പൃഷ്ഠഭാഗം ഉണ്ടായതിന്റെ കഥ തുടങ്ങുന്നത്. മനുഷ്യന്റെ പൂർവികരായ ഇരുകാലികൾ മരത്തിലെ ആവാസം വിട്ടിറങ്ങി കാടും കടന്ന് പുൽമേടുകൾ എത്തി തുടങ്ങിയപ്പോൾ, പുൽമേടുകളിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ആ പുൽമേടുകളിൽ അവർക്ക് ആവാസം അതിജീവനം സാധ്യമാവണമായിരുന്നുവെങ്കിൽ വിശാലമായ പുൽമേടുകളിലൂടെ നിരന്തരം നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യേണ്ടതായി വന്നു. വിശാലമായ ഈ പുൽമേടുകളിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, മൃഗങ്ങളെ കണ്ടെത്തുക അല്ലെങ്കിൽ ഇരകളെ കണ്ടെത്തുക, അവയെ ഓടിച്ചിട്ട് പിടിക്കുക, വേട്ടയാടുക എന്നതെല്ലാം ഈ പുൽമേടുകളിൽ ഇവരുടെ അതിജീവനത്തിന്റെ ഒരു രീതിയായി വന്നു. അതോടൊപ്പം തന്നെ 2 കാലിലുള്ള നടത്തം അഥവാ ബൈപീഡലിസം മനുഷ്യന്റെ ബയോ മെക്കാനിക്സിനെ മറ്റുള്ളവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുകയും ചെയ്തു. 2 കാലിൽ നിവർന്നു നിന്നപ്പോൾ 4 കാലുകളിൽ കാണപ്പെടുന്ന രീതിയിലല്ല മനുഷ്യന്റെ ഇടുപ്പസ്ഥികളുടെ ഷേപ്പ്, അതിന്റെ സ്ഥാനവും രൂപവും മാറി. അതോടൊപ്പം തന്നെ നട്ടലിന്റെ കർവേച്ചർ അല്ലെങ്കിൽ ആകൃതിയും ഒന്ന് അഡ്ജസ്റ്റ് ആയി. ഇതിനോടൊപ്പം സംഭവിച്ച മാറ്റമാണ് വലിപ്പമേറിയ ഗ്ലൂട്ടിയസ് മസിൽ ഉണ്ടായി വന്നത്. കാരണം 2 കാലിൽ മനുഷ്യൻ നിവർന്നു നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ, ഓടുമ്പോൾ ശരീരം സന്തുലിതമായി സൂക്ഷിക്കുന്നത് ഈ മസിലാണ്. പാലിയോ ആൻഡ്രോപോളജിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഗ്ലൂട്ടിയസ് മസിലിന്റെ ഈ ഒരു ഹൈപ്പർട്രോഫിയാണ് മനുഷ്യനിൽ ഹിപ്പ് ജോയിന്റിന്റെ അഥവാ ഇടുപ്പസ്ഥികളുടെ ആംഗിൾ, അതുപോലെ തുടയലിന്റെ ഒരു ക്രമീകരണം എന്നിവയെല്ലാം നടക്കാൻ ഇടയായത്. ഈ കാരണത്താലാണ് മനുഷ്യൻ മറ്റുള്ള സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തനായി ഒരു എൻഡ്യൂറൻസ് ഓർഗാനിസം അഥവാ സ്ഥിരോത്സാഹിയായ അല്ലെങ്കിൽ തളരാതെ ദീർഘനേരം പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു ജീവിയായി അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഹ്യൂമൻ ബട്ടക്കിന്റെ അഥവാ പൃഷ്ഠഭാഗത്തിന്റെ നിതംബത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ജോലി മനുഷ്യ ശരീരത്തിൽ. ശരീരത്തിന്റെ മൊത്തത്തിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളുടെ മാത്രം ചലനമോ പഠിക്കുന്ന ഒരു മേഖലയാണ് ബയോ മെക്കാനിക്സ്. സെല്ലുകളുടെയും അതിനുള്ളിലെ മെറ്റബോളിക് ചലനങ്ങളും എല്ലാം ബയോ മെക്കാനിക്സിൽ പെടുന്നത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ബയോ മെക്കാനിക്സ് പഠനം കാണിക്കുന്നത് വലിപ്പമേറിയ ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിൽ മനുഷ്യ ശരീരത്തിൽ ഒരു കൗണ്ടർ വെയ്റ്റ് മെക്കാനിസമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. ബയോ മെക്കാനിക്കൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇടുപ്പസ്ഥികളോടൊപ്പം ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഗ്ലൂട്ടിയസ് മീഡിയസ്, ഗ്ലൂട്ടിയസ് മിനിമസ് എന്ന ഈ 3 മസിലുകൾ കൂടി ചേർന്നാണ് 2 കാലിൽ നിവർന്നു നിൽക്കാൻ മനുഷ്യന് കഴിവ് കൊടുക്കുന്നത്. അതോടൊപ്പം ശാരീരികമായ അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ അരക്കെട്ടിന്റെ ചലനത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതും ഈ മസിലുകളാണ്. നമ്മൾ നടക്കുകയോ ഓടുകയോ ഇനി മല കയറുമ്പോഴോ അല്ലെങ്കിൽ പടിക്കെട്ടുകൾ കയറുമ്പോഴോ നമ്മളുടെ ബോഡി വെയിറ്റ്, ശരീരത്തിന്റെ ഭാരം 2 കാലിൽ നിന്ന് ഓരോ കാലിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഗ്ലൂട്ടിയസ് മസിൽ കൺട്രാക്ട് ചെയ്യുകയും കൗണ്ടർ ബാലൻസ് മെക്കാനിസം പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മൾ വീഴാതെ തടയുകയും ചെയ്യും. അരക്കെട്ടിന്റെയും തുടയുടെയും കാലിന്റെ ഒന്നാകെയുമുള്ള ചലനത്തെ സഹായിക്കുന്നതും ഗ്ലൂട്ടിയസ് മസിൽ തന്നെയാണ്. കാലുകളെ ഇത്തരത്തിൽ സ്വതന്ത്രമായി ചലിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നടക്കാനും ഓടാനും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നത്. ഇങ്ങനെ ഗ്ലൂട്ടിയസ് മസിലിന്റെ ശക്തിയും അതിന്റെ പ്രവർത്തനത്തിലെ പ്രത്യേകതയും കൊണ്ടാണ് മനുഷ്യന് പല തരത്തിൽ ചലിക്കാൻ സാധിക്കുന്നതും ആ സമയങ്ങളിൽ അവന്റെ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ സൂക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ 2 കാലിൽ നിവർന്ന് നിൽക്കുകയോ നടക്കുകയോ ഓടുകയോ ചെയ്യുമ്പോൾ അവൻ മുന്നോട്ടാഞ്ഞ് വീണു പോകാതെ അവന്റെ ശരീരം സന്തുലിതമായി സൂക്ഷിക്കുന്നത്
അവന്റെ പൃഷ്ഠഭാഗവും അരക്കെട്ടും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ടോർക്ക് മെക്കാനിസത്തിലൂടെയാണ്. മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ചിമ്പാൻസികളിൽ പക്ഷേ ഇത്ര എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ എടുത്തു കാണുന്ന രീതിയിൽ ഒരു നിതംബ ഭാഗം ഉണ്ടാവാറില്ല, കാണപ്പെടാറില്ല. ചിമ്പാൻസികളുടെ പൃഷ്ഠഭാഗം പരന്നതും അതുപോലെ തന്നെ ഗ്ലൂട്ടിയസ് മസിൽ വളരെ ചെറുതുമായിരിക്കും. കാരണം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ചിമ്പാൻസികൾ രണ്ട് കാലിൽ നടക്കുന്നവരല്ല. പകരം അവർ നക്കിൾ വോക്കേഴ്സ് ആണ്. അതായത് അവർ അവരുടെ മുഷ്ടിയുടെ നിലത്ത് കുത്തിയാണ് നടക്കുന്നത്. ഈ കാരണത്താൽ തന്നെ മനുഷ്യനെ പോലെ വലിയ ഒരു ഗ്ലൂട്ടിയസ് മസിൽ ആവശ്യം അവർക്കില്ല. ഇനി മനുഷ്യനിലെ പൃഷ്ഠഭാഗത്തിന് അവന്റെ ഇണയെ ആകർഷിക്കുക എന്നൊരു കടമയുണ്ടോ നോക്കാം. മനുഷ്യനിൽ നിതംബം അല്ലെങ്കിൽ പൃഷ്ഠം എന്ന് പറയുന്ന ആ ഭാഗം മസിലുകൾ മാത്രം നിറഞ്ഞതല്ല. മറ്റ് സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനിൽ ഈ ഭാഗങ്ങളിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അല്ലെങ്കിൽ തൊലിക്കടിയിലുള്ള കൊഴുപ്പ് ധാരാളം അടിഞ്ഞുകൂടുന്നതായിട്ട് കാണാം. ഇത് സെക്ഷൽ ഡൈമോർഫിസത്തിന്റെ അല്ലെങ്കിൽ ലിംഗഭേദം കാണിക്കുന്നതിന്റെ ഒരു പ്രത്യേക സവിശേഷതയായിട്ടും എടുത്ത് പറയാറുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ യൗവനത്തിന്റെ ആരംഭത്തോടുകൂടി ഗ്ലൂട്ടിയോഫിമറൽ മേഖലയിൽ, അതായത് നിതംബത്തിന്റെയും അതുപോലെ തന്നെ തുടകളുടെയും ആ ഒരു ഭാഗങ്ങളിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഒരു രൂപമാറ്റം സംഭവിക്കുന്ന നിതംബ ഭാഗത്തിനെ പിന്നീട് ഇങ്ങോട്ട് മനുഷ്യന്റെ പല സംസ്കാരങ്ങളിലും, അത് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം മുതൽ ഈ ആധുനിക പോപ്പ് സംസ്കാരം വരെ പലപ്പോഴും ഐഡിയലൈസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. പല നരവംശ ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത് എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്ന നിതംബ ഭാഗം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഈ ഭാഗത്ത് ധാരാളം കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പ്രഗ്നൻസിയെയും അതുപോലെ ലാക്ടേഷനെയും അഥവാ മുലപ്പാൽ ഉൽപാദനത്തെയും സഹായിക്കും എന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ അഭിപ്രായം ഇപ്പോഴും തർക്കവിഷയമാണ്. എന്നാൽ മനുഷ്യ സ്ത്രീകളിൽ മാരടങ്ങളുടെ കാര്യം വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. കാരണം മറ്റെല്ലാ സസ്തികളിലും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതിന് ശേഷം മാത്രമേ പെൺജീവികളിൽ സ്തനങ്ങൾ വളരുന്നതായി കാണാനുള്ളൂ. എന്നാൽ മനുഷ്യനിൽ അങ്ങനെയല്ല. യൗവനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവുകയും പെൺകുട്ടികളിൽ സ്തന വളർച്ച കാണപ്പെടുകയും ചെയ്യും. ഇത് ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറായിട്ട് നമുക്ക് അംഗീകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഓവർ സൈസ് തോന്നിപ്പിക്കുന്ന ബട്ടക് അഥവാ പൃഷ്ഠം, നിതംബം വെറും ഒരു ആകർഷണ വസ്തു മാത്രമല്ല, അത് ഒരു എവല്യൂഷണറി സിഗ്നേച്ചറാണ്. മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഒരു കഥയാണ് അതിന് പറയാനുള്ളത്. അതിന്റെ ഒരു സെക്ഷൽ അട്രാക്ഷൻ അഥവാ സെക്ഷൽ അപ്പീൽ എന്ന് പറയുന്നത് കഥയിലെ രണ്ടാം ഭാഗം മാത്രമാണ്. പ്രാഥമികമായി മനുഷ്യൻ എന്ന ജീവിക്ക് രണ്ടു കാലിൽ നിവർന്നു നിൽക്കാനും നടക്കാനും ഓടാനും പ്രാപ്തനാക്കിയ, അവനെ ഒരു എൻഡ്യൂറൻസ് മെഷീൻ ആക്കി മാറ്റിയ ശരീരഭാഗമാണ് ബട്ടക് അഥവാ പൃഷ്ഠം. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക്